ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആരി വർക്കിലെ ബേസിക് സ്റ്റിച്ച്, അതായത് സിമ്പിൾ ആരി എങ്ങനെ ചെയ്യാമെന്നാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തുലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിലാണ്. അത് 0.5 mm നീഡിലാണ്. പിന്നെ എടുത്തിരിക്കുന്ന ആരി ത്രെഡ് ഇല്ലെങ്കിൽ സെറി ത്രെഡ് എന്നൊക്കെ പറയുന്ന ത്രെഡാണ്. ആരി വർക്കിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആദ്യം ആരി ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ പോയിൻറ്റിങ് ഫിംഗറിൽ ഒന്ന് ചുറ്റിയെടുക്കുക. ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഈ തമ്പ് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിടിക്കണം. എന്നിട്ട് എവിടെയാണോ നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അടിയിലേക്ക് ഇത് കൊണ്ടുവരാം. ഇത് ചെയ്യുമ്പോൾ ഈ വലിയ ഭാഗമില്ലേ, ഇത് വെച്ചിട്ടാണ് വർക്കൊക്കെ ചെയ്യേണ്ടത്. ഈ ചുറ്റിയിട്ട് ഇങ്ങനെ പിടിക്കുന്ന ഈ ഭാഗം ഇതിങ്ങനെ വെറുതെ കിടക്കുള്ളൂ. ഈ ഭാഗം വെച്ചിട്ടാണ് എല്ലാ വർക്കും ഫിനിഷ് ചെയ്യേണ്ടത്. ആദ്യം ഒന്ന് കുത്തിയിട്ട് ഈ ത്രെഡിനൊന്ന് പൊക്കിയെടുത്തോ. അപ്പോൾ നമുക്കൊരു ലൂപ്പ് കിട്ടും. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒന്നും കൂടെ കുത്തിയിട്ട് അടുത്ത ലൂപ്പ് എടുക്കുക. അപ്പോൾ 2 ലൂപ്പ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ ആദ്യത്തെ ലൂപ്പിലൂടെ ഈ രണ്ടാമത്തെ ലൂപ്പിനെ എടുക്കുക. ഇങ്ങനെ 2 ലൂപ്പ് കിട്ടുമ്പോൾ ആദ്യത്തെ ലൂപ്പിലൂടെ രണ്ടാമത്തെ ലൂപ്പിനെ എടുത്തിട്ട് പിന്നെ ആദ്യത്തെ ലൂപ്പ് ഉണ്ടല്ലോ അത് ഇങ്ങനെ വലിച്ചെടുക്കണം. ഇങ്ങനെ വലിക്കുമ്പോൾ താഴത്തുനിന്നും വലിക്കണം, ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വലിക്കണം. അപ്പോൾ നമ്മൾക്കൊരു കെട്ട് വീഴും. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കെട്ട് ശരിയായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇപ്പോൾ നോട്ട്. ഇതിന് ആരി പ്രൊഫഷണൽ നോട്ട് എന്ന് പറയാം. എന്നിട്ട് ഈ ബാക്കി ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ടല്ലോ അതിങ്ങനെ തൊട്ടടുത്ത് ഒന്ന് കുത്തിയിട്ട് ഇതിനെ താത്തിയെടുക്കുക. എന്നിട്ട് ഈ വലിയ അറ്റം വെച്ചിട്ട് ഇനി വർക്ക് ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ടൊന്ന് ആദ്യം ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അപ്പോൾ ഒരു ലൂപ്പ് കിട്ടും. പിന്നെ ഒന്നും കൂടെ കുത്തുക, അപ്പോൾ വീണ്ടും ഒരു ലൂപ്പ് കിട്ടും. ഇനി ഇങ്ങനെ ഓരോരോ ചെയിനായിട്ട് ഇങ്ങനെ ചെയ്ത് പോവുക. ഇങ്ങനെ കുത്തുന്ന സമയത്ത് നമ്മൾ അടിയിൽ നൂലൊന്ന് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അടിയത്തെ നൂല് ഈ നീഡിലേക്ക് ഒന്ന് ചുറ്റുക. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ പൊക്കിയെടുക്കുക. ഒന്ന് കുത്തുമ്പോൾ അടിയിൽ നിന്ന് ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊക്കുക. ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ചെയിൻ കിട്ടും. ചെറിയ ചെയിനായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി കിട്ടുക. നമ്മൾ വലിയ ചെയിൻ ചെയ്യുമ്പോൾ അത്ര വലിയ ഭംഗി കിട്ടില്ല. ചെറിയ ചെയിനായിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമ്മളിങ്ങനെ ഒന്ന് കുത്തുമ്പോൾ താഴത്തെ നൂല് കൊണ്ട് ഒന്ന് ചുറ്റിയിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുക്കുക. ഇനി ലാസ്റ്റ് എൻഡ് നോട്ട് ഇടുന്നത് അതേപോലെ തന്നെ ഒന്ന് കുത്തിയിട്ട് ഒരു ലൂപ്പ് എടുത്തിട്ട് ഈ ആദ്യത്തെ ലൂപ്പിൽ ഇതിൽ നിന്ന് ഈ അവസാനത്തെ ലൂപ്പ് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഈ ആദ്യത്തെ ലൂപ്പിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ അടിയിൽ നിന്നും ഇങ്ങനെ ആ നൂല് വലിച്ചെടുക്കുമ്പോൾ ഇവിടെ ലോക്കാവും. ഇങ്ങനെ കുത്തിയിട്ട് ഒരു ലൂപ്പ് എടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ കുത്തിയിട്ട് വേറെ ഒരു ലൂപ്പ് എടുക്കുക. ആദ്യത്തെ ലൂപ്പിൽ നിന്ന് രണ്ടാമത്തെ ലൂപ്പ് എടുത്തിട്ട് ആദ്യത്തെ ലൂപ്പിനെ വലിക്കുക. പിന്നെ ഈ നീഡിലിൻ്റെ ഈ കൊളുത്ത് വരുന്ന ഭാഗം എപ്പോഴും ഈ തുലിപ്പ് എഴുതിയ ഭാഗത്തായിരിക്കും ഇതിൻ്റെ ഈ കൊളുത്ത് വരുന്നുണ്ടാവുക. ഇവിടെ 14.0 mm അവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ തുലിപ്പ് വരുന്ന ഭാഗത്താണ് ഇങ്ങനെ കൊളുത്തുണ്ടാവുക. ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടത് ത്രെഡ്. ഒന്നും കൂടെ കാണിക്കാം. നമ്മൾ ഒരു ലൂപ്പ് എടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു ലൂപ്പ് എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ലൂപ്പിൽ നിന്ന് രണ്ടാമത്തെ ലൂപ്പിനെ എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ലൂപ്പിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അടിയിൽ നിന്നും വലിക്കണം, മുകളിൽ നിന്നും ഇങ്ങനെ വലിക്കുമ്പോൾ ലോക്കാവും. ഇങ്ങനെയാണ് ആ അരിയിൽ നോട്ടിടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാക്കി വന്ന ത്രെഡ് അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇല്ലെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഓരോ ചെയിൻ ഇങ്ങനെ ഇട്ടിട്ട് പോകണം.
പിന്നെ നീഡിൽ പിടിക്കുമ്പോൾ ഈ 4 ഫിംഗർ വെച്ചിട്ടാണ് പിടിക്കേണ്ടത്. ഈ ലിറ്റിൽ ഫിംഗർ എപ്പോഴും ക്ലോത്തിൽ ടച്ച് ആവുള്ളൂ, നീഡിൽ ടച്ച് ആവില്ല. ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക ചെയ്യേണ്ടത്. ആദ്യത്തെ ലൂപ്പിൽ കൂടെ രണ്ടാമത്തെ ലൂപ്പിന് എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ലൂപ്പ് വലിച്ചെടുക്കുമ്പോൾ അടിയിലും മുകളിലും ഒരുപോലെ ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇത് ലോക്കാവും.